ഹലോ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ RRB ടീച്ചർ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതെല്ലാം ടെക്സ്റ്റുകൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉപകാരമാകും എന്നുള്ള കാര്യമാണ്. ഏതെല്ലാം ടെക്സ്റ്റുകൾ വാങ്ങിച്ചാൽ കൊള്ളാം, നന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലാണ് നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോഴൊരു ടെക്സ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഉപകാരം വരുന്നത് അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയും വേണം. ഞാൻ ആദ്യം മുതലേ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് മുഴുവനും കാണുക, തുടക്കം മുതൽ അവസാനം വരെയും കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഓക്കെ, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലെ കമൻറ്റ് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക. അതുകൂടാതെ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടീച്ചർ എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേഷൻസുകൾ എല്ലാം, റെയിൽവേ മാത്രമല്ല, ഏതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഏതെല്ലാം ലെവലിൽ ടീച്ചേഴ്സ് എക്സാമുകൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം ഈ ചാനലിലൂടെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള ഫ്രീ ആൻഡ് പെയ്ഡ് ക്ലാസ്സുകളും കൃത്യമായിട്ടും നൽകുന്നതായിരിക്കും. അപ്പം നിലവിൽ നമുക്കിവിടെ ടീച്ചേഴ്സ് ക്ലബ്ബ് നടത്തുന്ന ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ LP-UP ലോങ് ടേം, അതുപോലെ തന്നെ HSA ബാച്ചിൻ്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന HSAയുടെ ജനറൽ ബാച്ചും കൂടി നടക്കുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. HSAയുടെ ജനറൽ ബാച്ചും ഉണ്ട്, അതിലും കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇപ്പം ക്ലാസ് സ്റ്റാർട്ടായിട്ടുള്ളത് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അതിൻ്റെ മോഡൽ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ RRB ടീച്ചർ, ഓക്കെ, റെയിൽവേ ടീച്ചർ, നമ്മുടെ എക്സാം ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് കറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യവാരത്തോടുകൂടി എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം കുറച്ച് ദിവസങ്ങളെ നമുക്ക് പഠിക്കാൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ടീച്ചർ പ്രൊഫഷണൽ എബിലിറ്റി ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 50% നിങ്ങൾക്ക് റിഡക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ 1200 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്കാണ് കോഴ്സ് കൊടുക്കുകയായിരുന്നത്. ഇപ്പോൾ നമ്മളത് വെറും 599 രൂപയ്ക്കാണ് ആ കോഴ്സ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫഷണൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള മെൻ്റൽ എബിലിറ്റി, മാത്സും റീസണിങ്ങും GKയും സയൻസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത് ജോയിൻ ചെയ്യാനായിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ കമൻസ് ആയിട്ടും പിൻ ചെയ്യാം ലിങ്ക്, അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ HSA നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കോഴ്സ് ഫീ 2349 രൂപയായിരുന്നു. പക്ഷേ ആ കോഴ്സ് ഫീ ഇപ്പോഴും അതിൻ്റെയും റിഡക്ഷൻ ഉണ്ട്. വെറും 999 രൂപയ്ക്കാണ് ആ കോഴ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. HSA നാച്ചുറൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എല്ലാ കോഴ്സിനും ലൈവ് പ്ലസ് ഇപ്പോൾ പറഞ്ഞ RRB ഉൾപ്പെടെ ലൈവ് പ്ലസ് റെക്കോർഡ് പ്ലസ് ലൈവ് റെക്കോർഡ്, അതുപോലെ തന്നെ PDF നോട്ട്സ്, ഓക്കെ, പിന്നെ മോഡൽ എക്സാംസ്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് കോഴ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പം ഒന്നുകൂടെ പറയുന്നു, വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ. അതിനുശേഷം ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ബുക്ക് പഠിക്കണമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാം പാറ്റേൺ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. എക്സാം പാറ്റേൺ 100 മാർക്കിൻ്റെ CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ടീച്ചിങ് സ്കിൽ ടെസ്റ്റ്, ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള അതായത് ഈ 100 മാർക്കിൻ്റെ CBT പാസ്സാവുകയാണെങ്കിൽ അതിന് ഓരോരുത്തർക്കും ഓരോ പെർസെൻറ്റേജ് ഉണ്ട്. ജനറലിന് 40% മാർക്ക് വേണം.
അതുപോലെ തന്നെ OBCക്കും നോൺ ക്രിമിനൽ കൊടുത്തു കഴിഞ്ഞാൽ 40%, SCക്ക് 30%, പിന്നെ PWD കാറ്റഗറി അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് ഒരു 2% കൂടി എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് ഈ കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക്. ഓക്കെ, അപ്പം ഇത്രയും പെർസെൻറ്റേജ് മാർക്ക് 100 മാർക്കിൽ വാങ്ങിച്ചു തരാൻ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കടന്നു. അത് കഴിഞ്ഞാൽ ടീച്ചിങ് സ്കില്ലാണ് TAT എന്ന് പറയുന്ന ടീച്ചിങ് സ്കില്ലാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം 85% CBTയും 50% ടീച്ചിങ് സ്കില്ലും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലാസ്റ്റ് റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഓൺലൈനാണ്, 90 മിനിറ്റാണ് ടൈം എന്ന് പറയുന്നത്, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മുടെ PSCയുടെ പോലെ തന്നെ 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ പോസ്റ്റ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് നോർമലൈസേഷൻ ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലൈസേഷൻ. ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കറക്റ്റ് ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്യാൻ കഴിയാത്തവർ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. നമ്മുടെ ടെൻഡേറ്റീവ്, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് TGT, PGT ആൻഡ് PRT റെയിൽവേയുടെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 21/2/2025 21-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. പ്രായപരിധി 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ടെറ്റ് ഓർ CTET ആണ്. ഓക്കെ, ടെറ്റ് ഓർ CTET മതി. CTET ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. CTET വേണ്ട, ടെറ്റ് മതി. ടെറ്റോ സെറ്റോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ടെറ്റും സെറ്റും ഇല്ലാതെ PG പ്ലസ് B.Ed ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നും കൂടി പറയുന്നു, 48 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ജനറലിന് 400, റിസർവേഷൻ കാറ്റഗറിക്ക് 250 ആണ്. പിന്നെ ഗേൾസിനും 250 ആണ്. ഈ ഫീസ് ജനറൽ അല്ലാത്ത ഫീസ് എല്ലാം തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ടബിൾ ആണ്. 250 ഫീസ് റീഫണ്ടബിൾ ആണ്. ഓക്കെ, അപ്പം തെറ്റിക്കാതെ പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം CTET നിർബന്ധമില്ല. CTET ഓർ ടെറ്റ് ഓർ സെറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ലാതെ PG പ്ലസ് B.Ed ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ ബുക്കിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ബുക്കിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ, നിങ്ങൾക്ക് എല്ലാവരും ഞാൻ കുറേ തവണ പരിചയപ്പെടുത്തിയാണ്. അതായത് ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, മാത്തമെറ്റിക്സ്, ജനറൽ സയൻസ്, പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ പോർഷൻ. അതായത് 50 ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ എബിലിറ്റി എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ്, 10 മാത്തമെറ്റിക്സ്, 15 ക്വസ്റ്റ്യൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്, 15 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ കോമൺ ആയിട്ട് കുറച്ച് ടെക്സ്റ്റുകൾ പറയാം. അതായത് ലൂസെൻറ്റിൻ്റെ ടെക്സ്റ്റ് നല്ലതാണ്, ലൂസെൻ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ കിരൺ പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റുകൾ, പിന്നെ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് റീസണിങ്ങിന് വേണ്ടിയിട്ട് AS അഗർവാളിൻ്റെ അത് നോക്കാം, അത് പഠിക്കുക. അല്ലെങ്കിൽ S ചന്ദ് അല്ലെങ്കിൽ MK പാണ്ഡെയുടെ ടെസ്റ്റ്, S ചന്ദ് MK പാണ്ഡെയുടെ ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകൾ നോക്കാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് അതും RS അഗർവാളിൻ്റെയോ S ചന്ദിൻ്റെയോ ടെക്സ്റ്റുകൾ നോക്കാം. ജനറൽ സയൻസിന് NCERT ആണ് 6 to 10. ഓക്കെ, 6 മുതൽ 10 വരെയുള്ള NCERT ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, പ്രൊഫഷണൽ എബിലിറ്റിക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള B.Edനും സെറ്റിനും നെറ്റിനും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന DLEDന് TTC ഒക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് തന്നെ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പറയാനുള്ളത് ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും, ഇത്രയും ടെക്സ്റ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും, ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ 50 മാർക്ക് ഒഴികെയുള്ള പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ 50 മാർക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ ഏരിയയും ബേസ് ചെയ്യുന്നത് ബാക്കിയുള്ള 50 മാർക്ക് ജനറൽ സയൻസ്, മാത്തമെറ്റിക്സ്, റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് NCERT ആണ് കേട്ടോ. NCERT ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം NCERT ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് നോക്കണം. അതിൻ്റെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും, ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അത് ബേസ് ചെയ്താണ് എല്ലാം ചോദിക്കുന്നത് കൂടുതലും. അതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ടെക്സ്റ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്.
കൂടാതെ നമ്മുടെ കേരളീയർക്ക് ഇത് മെയിനായിട്ട് ബൈലിംഗ്വൽ ആയിട്ടുള്ള ഭാഷയിലാണ് ഈ ടെക്സ്റ്റുകൾ, ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റുകൾ കൂടുതലും വരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടെ ചേർത്തിട്ടാണ്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കേരളക്കാർക്ക് പഠിക്കാനായിട്ട് കുറേ കമ്പനികളുടെ ടെക്സ്റ്റുകളുണ്ട്. YCT എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ, YCT യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന അവർ എല്ലാ കാറ്റഗറിയിലും ടെക്സ്റ്റ് ഇറക്കുന്നുണ്ട്. ഓക്കെ, RRBയുടെ എല്ലാ കാറ്റഗറിയിലും. അപ്പം അവരുടെ ടെക്സ്റ്റുകൾ വാങ്ങിക്കാം. ഇത് ജനറൽ നോളജിൻ്റെ ടെക്സ്റ്റാണ്. അതുപോലെ തന്നെ YCTയുടെ ജനറൽ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിനാക്കിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട് റെയിൽവേയുടെ. അതവരും എല്ലാ ടൈപ്പ് ടെക്സ്റ്റുകളും, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചാണ് അവർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ വൈസ് കവറേജ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുള്ള പിനാക്കിളിൻ്റെ റെയിൽവേയുടെ പല മോഡൽ ഓഫ് ടെക്സ്റ്റുകളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം എന്നും പറഞ്ഞ് ചാപ്റ്റർ വൈസ് കറക്ഷൻ കവർ എന്നും പറഞ്ഞ് മാത്സിൻ്റെ ഉണ്ട്, റീസണിങ്, മെൻ്റൽ എബിലിറ്റി, റെയിൽവേയുടെ സയൻസ്, ഇങ്ങനെ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ 2025 നമ്മുടെ അരഹിന്ദ് പബ്ലിക്കേഷനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബുക്ക് ഹൈവ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് എല്ലാം ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. അതിൽ ഓരോ ബുക്ക് 1000 മുകളിൽ റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ റിഡക്ഷനൊക്കെ കിട്ടുന്നുണ്ട്, ഓഫറൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇതൊരിക്കലും മീൻസ് സ്പോൺസേഡ് പരിപാടിയൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് ബുക്സ് എന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പിനാക്കളിൻ്റെ ബുക്സിലൊക്കെ മൊത്തത്തിൽ പ്രൊഫഷണൽ നോളേജ്, സെക്കൻഡ് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ ബുക്കായിട്ടും ഉണ്ട്. അത് വാങ്ങാം കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആൻഡ് ട്രെയിൻഡ് അതായത് PGT ആൻഡ് TGT ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. PGTയും TGT ആണ്, PGT ആൻഡ് TGT ആണ് ഈ ടെക്സ്റ്റ്. അതുപോലെ PRTക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ട്. ഇവരുടെ തന്നെ ബുക്ക് ഹൈവ്സിൻ്റെ PRTക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ കയറി ആമസോണിലോ മറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബുക്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഈ മുകളിൽ പറഞ്ഞ കമ്പനികളുടെ അരഹിന്ദ് ആയാലും RS ചന്ദ് ആയാലും ഒക്കെ, പിനാക്കിൾസ് ആയാലും അരഹിന്ദ് ആയാലും ഒക്കെ, ലൂസൻഡ്, ഈ ജനറൽ നോളേജ് ലൂസൻഡ് നല്ല ടെക്സ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ടെക്സ്റ്റുകളൊക്കെ ഞാൻ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു തുടക്കക്കാരന് പെട്ടെന്ന് ഒന്ന് റെയിൽവേ പഠിക്കാൻ, PSC പഠിക്കാനിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ റെയിൽവേ എക്സാം പഠിക്കാതിരുന്ന ആൾക്ക് ഈ ടെക്സ്റ്റ് കൊണ്ടൊന്നും ഒന്നും ആവത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചതാണ് മറ്റ് എക്സാംസിന്, അത്യാവശ്യം ബേസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉപകരിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ അത് ജനറൽ സയൻസ്, അതുപോലെ തന്നെ GK ഒക്കെ ഉപകാരപ്പെടും. ബാക്കി മാത്സ്, മെൻ്റൽ എബിലിറ്റി, അരിത്മെറ്റിക് ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപകരിക്കത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിലൊരു ടെക്സ്റ്റിൻ്റെ ഒരു ചോദ്യമാണ് ഞാനതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് റെയിൽവേക്കൊക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. പക്ഷേ നമുക്ക് ആ സ്പീഡ് കിട്ടാത്തതുകൊണ്ട്, നമ്മൾ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ആ ടൈം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഇഷ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ടെക്സ്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, മാത്സിൻ്റെയും മറ്റ് ഒക്കെ ടെക്സ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാത്തിലും നമ്മൾ കാണുന്നത്, ചെയ്തിരിക്കുന്നത് കൺവെൻഷണൽ മെത്തേഡായിട്ടാണ് ടെക്സ്റ്റുകളിൽ കാണുന്നത്. ഈ കൺവെൻഷണൽ മെത്തേഡായിരിക്കും ടെക്സ്റ്റുകളെല്ലാം ഇറക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വായിക്കുന്നൊരു കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ദ ടോട്ടൽ സർഫസ് ഏരിയ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് RRBയുടെ. ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഈസ് 462 cm². ഇറ്റ്സ് കർവ് സർഫസ് ഈസ് 1/3 ഓഫ് ദ എൻ്റയർ സർഫസ് ഏരിയ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചത് കണ്ടോ. അതിൻ്റെ ആൻസർ ചെയ്തിരിക്കുന്നത്, അതായത് ആ ഇക്വേഷൻ, ഇത് മെൻസുറേഷനിലെ നമ്മുടെ ജാമിതീയ രൂപങ്ങളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മെൻസുറേഷൻ. ഓക്കെ, സിലിണ്ടറും സ്തൂപിയും അങ്ങനെയൊക്കെ പറയുന്ന ജാമിതീയ രൂപങ്ങളുണ്ട്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, ഇവിടെ നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, വോളിയം കണ്ടുപിടിക്കുക, സിലിണ്ടറിൻ്റെ വോളിയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ആ ഒരു ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന രീതിയാണ് ഇങ്ങനെ. ഇതാണ് കൺവെൻഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏതാണ് ഒരു നോക്കുന്നൊരു കുട്ടിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക്, ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇക്വേഷൻസ് കൊടുത്ത് ആ ഇക്വേഷനിൽ ഓരോന്നും അപ്ലൈ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതി വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, അവസാനം ഇനി ലാസ്റ്റ് വന്നിട്ടാണ് അതിൻ്റെ വോളിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനെങ്കിൽ ഏകദേശം ഒരു 2 to 3 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും ചിലർക്ക്, അല്ലെങ്കിൽ 2 minutes, അല്ലേ? അല്ലെങ്കിൽ 1 to 3 minutes എന്ന് പറയാം. കുറച്ചുകൂടെ സ്പീഡുള്ളവർക്ക് അത്രയും ടൈം വേണ്ടി വരും. പക്ഷേ
നമുക്ക് ഒരിക്കലും റെയിൽവേയുടെ ഒരു എക്സാമിനും CBT ആയിട്ട് ചെയ്യുന്ന, ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു എക്സാമിനും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ഒരു ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഒരു 5-10 സെക്കൻഡ്സിനുള്ളിൽ 5 to 10 സെക്കൻഡ്സ് വിത്തിൻ, ഓക്കെ, 5 മുതൽ 10 സെക്കൻഡിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതല്ല നമ്മൾ ചെയ്ത് പഠിക്കുക. ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെപ്പോഴും നിങ്ങൾ PSC പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് എപ്പോഴും പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാ LP UP ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കൺവെൻഷണൽ മെത്തേഡ് ചെയ്യാനല്ല. ഇക്വേഷൻ ഇല്ലാതെ അറിയാവുന്ന ബേസിക് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിനോമിനേഷൻ മെത്തേഡാണ് എപ്പോഴും മാത്സിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മറ്റ് സബ്ജക്റ്റുകളിലും മറ്റതിൽ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അതിനെ എലിമിനേഷൻ ടെക്നിക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കറക്കി കുത്തുന്നത് പറഞ്ഞ് പഠിക്കും. പക്ഷേ അത് കുറച്ച് അറിയാമെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പം ഓപ്ഷൻ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ നോക്കിയിട്ട്, ഈ ഓരോ ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷനെ ഡിനോമിനേറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലം ചെയ്യുക. അപ്പം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നു, അത് ചെയ്തിരിക്കുന്ന രീതി. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. പക്ഷേ ടൈം എടുക്കും നമുക്ക് ചെയ്യാനായിട്ട്. 1-2 മിനിറ്റ് ചിലപ്പോൾ എടുത്തുനിന്ന് വരും. ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുത്തുനിന്ന് വരും. പക്ഷേ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം ഓൺലൈൻ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. The total surface area of a solid cylinder is 462 centimeter square. Its curved surface is 1/3 of the entire surface area. Find its volume എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കൺവെൻഷൻ മെത്തേഡ് അല്ലാതെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു ജാമിതീയ രൂപത്തിൽ, മെൻസുറേഷൻ ജാമിതീയ രൂപത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യത്തിൽ വോളിയം ഓഫ് ദ സിലിണ്ടർ, ഫൈൻഡ് ഇറ്റ്സ് വോളിയം ഓഫ് ദ, ഈ സിലിണ്ടറിന്റെ വോളിയം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിന്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ എന്താണ്? πr സ്ക്വയർ എച്ച് നമുക്ക് അറിയാം അല്ലേ? πr സ്ക്വയർ എച്ച് എന്നുള്ളതാണ്. πr സ്ക്വയർ എച്ച് ആണ് വോളിയത്തിന്റെ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. πr സ്ക്വയർ എച്ച് ആണ്. അത് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ബേസിക് അറിയണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയാണ് ആ പൈയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 462 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ജാമിതി മെൻസുറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്സ് അതാണ്. നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്സ് ഏതാണ്? അതായത് പൈയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മെൻസുറേഷനിൽ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ ആ വോളിയം കണ്ടുപിടിക്കാൻ തരുന്ന ക്വസ്റ്റ്യനിൽ പൈയുടെ വില എത്രയാണെന്ന് തന്നിരുന്നാൽ, പൈയുടെ 3.14 എന്നുള്ളത് നമുക്കറിയാം, അതല്ല, ആ വാല്യൂ അല്ല, പൈയുടെ ഇവിടെ സിലിണ്ടറിന്റെ പൈയുടെ വില എത്രയാണെന്ന് തരുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആ പൈയുടെ വില തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു സെക്കൻഡ്. ഓക്കെ, ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? ആൻസർ എപ്പോഴും ഉത്തരമെന്ന് പറയുന്നത് 11ന്റെ ഗുണിതം, മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? 11ന്റെ ഗുണിതമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആൻസർ വരുന്നത്. 11ന്റെ ഗുണിതമായിരിക്കും എപ്പോഴും. പൈയുടെ വാല്യൂ തന്നിരുന്നു കഴിഞ്ഞാൽ, പൈയുടെ വില ഒരു വോളിയം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ തന്നിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ എന്ന് പറയുന്നത് 11ന്റെ ഗുണിതമായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാം. നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. 964 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്ര? 9 4 കൂടി എന്ത് ചെയ്യുക? 9 4 കൂടി കൂട്ടുക. അപ്പം 9 + 4 ഈസ് ഈക്വൽ ടു എത്ര? 13 ആണ്. ഈ 30ൽ നിന്നും ആ കിട്ടുന്നതിൽ നിന്ന് ഈ 6 കുറയ്ക്കുക അല്ലേ? 13. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. 13ൽ നിന്ന് 6 കുറയ്ക്കുക. മനസ്സിലാ ചെയ്യേണ്ടത്, ഞാനിവിടെ എഴുതുന്നില്ല, ഇത് മനസ്സിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 13 6 കുറയ്ക്കുമ്പോഴത്തേക്ക് 7 11ന്റെ ഗുണിതമാണോ? അല്ല. 11ന്റെ ഗുണിതം എന്ന് വെച്ചാൽ 11 22 33 44 അങ്ങനെ പോകുന്നതാണല്ലോ 11ന്റെ ഗുണിതം. ഓക്കെ, അപ്പോൾ 7 അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ബി ഓപ്ഷൻ 810 എടുത്ത് 810 എടുക്കുമ്പോൾ 8 + 0 എന്ന് പറയുന്നത് 8 തന്നെയാണ്. ആ 8ൽ നിന്ന് ഈ 1 നടുക്കുള്ള 1 കുറയ്ക്കുക. അപ്പോൾ 8 - 1 ഈസ് ഈക്വൽ ടു 7. അതുമല്ലല്ലോ, 7 11ന്റെ ഗുണിതമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 539. നെക്സ്റ്റ് ഓപ്ഷൻ സി 539. 9 5 എത്ര? 9 + 5 ഈസ് ഈക്വൽ ടു 13. 13ൽ നിന്നും ഈ 3 കുറയ്ക്കുക. 13 - 3 എത്ര? 11. 11ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പം
ഇത് ഓക്കെ ആയി. അടുത്ത് ഇതും കൂടെ നോക്കാം. 1024 നമുക്ക് നോക്കാം. 1024 നോക്കുമ്പോഴത്തേക്ക് 4ഉം 0 കൂടി അല്ലേ, 4ഉം 0 കൂട്ടുമ്പോഴത്തേക്ക് 4 + 0 4 0 4. അടുത്തത് ഇത് തമ്മിൽ 2 + 1 അല്ലേ, 2 + 1 = 3 അല്ലേ, 2 + 1 = 3 കിട്ടി. ഇനി 4ഉം 3 കൂടെ കുറച്ചാൽ മതിയല്ലോ അല്ലേ, കിട്ടിയ ആൻസർ തമ്മിൽ കുറച്ചായി. 4 - 3 = 1 അല്ലല്ലോ, ഒന്നുമല്ല. 1 11ന്റെ ഗുണിതമല്ലല്ലോ, അല്ല. അപ്പം ഇതല്ല, ഇതല്ല, ഇതുമല്ല, ഇതാണല്ലോ. അപ്പം 539 ആൻസർ. വിത്തിൻ സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എഴുതിയോണ്ടാണ് ഇത്ര ടൈം വരുന്നത്. നമ്മൾ മനസ്സിൽ കുറിക്കാൻ പറ്റും. 9 4 ആയി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് കിട്ടത്തില്ലേ? 9 4 13 13 - 6 = 7 അല്ല. അടുത്തത് 810 നോക്കുമ്പോഴത്തേക്ക് 8 + 0 8 8 - 1 7 അതുമല്ല. 530 നോക്കുമ്പോഴത്തേക്ക് 9 + 5 13 13 3 കുറച്ച് കഴിഞ്ഞാൽ 11 ഓക്കെ ആണ്. അപ്പോഴേ കിട്ടിയ ആൻസർ സിമ്പിളായിട്ട് കിട്ടി. അപ്പം ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ആ സമവാക്യം അറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്നത് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനുവേണ്ടി നമ്മൾ ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് കുട്ടികൾക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു 5-10 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സിസ്റ്റം ഒരിക്കലും ഒരു ബുക്കിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ ബുക്ക് എന്തിനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്ക് വാങ്ങിക്കാൻ കഴിവുള്ളവർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഇതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ കിട്ടും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, PYQകൾ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അവിടെ നിന്ന് കുറേ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ബുക്കിൽ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചെയ്യാൻ പറ്റത്തില്ല, എക്സാമിന് ചെയ്തെത്താൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഓക്കെ, എക്സാമിന് അതിൽ ബുക്കിൽ എപ്പോഴും ഞാൻ കാണിച്ചു തന്നു എന്താണ് അത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ കൺവെൻഷണൽ മെത്തേഡിലാണ്. ഞാനിപ്പോൾ ചെയ്ത പ്രോബ്ലമാണ് ഇങ്ങനെ വലിച്ചു നീട്ടി ഈ കൺവെൻഷണൽ മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കത് സമയം നമുക്ക് തികയത്തില്ല. അങ്ങനെ കൺവെൻഷണൽ മെത്തേഡിൽ ചോദിക്കുമ്പോഴത്തേക്ക് ടൈം ഉണ്ടാകത്തില്ല നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ കണക്കുള്ള ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് എന്ന് തന്നെ മാത്സിൽ ഉപയോഗിക്കണം എപ്പോഴും. അത് PSCക്കായിരുന്നാലും RRBക്കായിരുന്നാലും SSCക്കായിരുന്നാലും ഏതിനായിരുന്നു കഴിഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, പഠിക്കുന്നതിൻ്റെ ആധാരം എപ്പോഴും ഇതിലൊക്കെ SCRT പ്രോബ്ലംസ് ആണത്. SCRT ആണ്. മാത്സ് ആയാലും മെൻ്റൽ എബിലിറ്റി ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും GK ആയാലും സയൻസ് ആയാലും ഒക്കെ 6 മുതൽ 10 വരെയുള്ള NCERT ടെക്സ്റ്റുകൾ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്രൊഫഷണൽ എബിലിറ്റി, നമ്മുടെ ഫിലോസഫി, അതുപോലെ തന്നെ സൈക്കോളജി, എഡ്യൂക്കേഷൻ, മെത്തഡോളജി, പെഡഗോജി എന്ന് പറയുന്ന 50 മാർക്ക് ക്വസ്റ്റ്യനാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള 50 മാർക്കിൻ്റെ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ കണക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ പഠിപ്പിക്കാനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് തരുകയും ചെയ്യും. അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ്. ടൈം കൂടുതലായിരുന്നെങ്കിൽ നമുക്കിതെല്ലാം LP UP ഒക്കെ പഠിച്ച പോലെ തന്നെ പഠിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നിങ്ങൾ LP UP കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും കൂടി ഒന്ന് ഓർത്തെടുത്താൽ മതി. മാത്സ് ഒക്കെ ഈ രീതിയിൽ ഒന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും നിങ്ങളുടെ ഈ RRB ടീച്ചർ എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ ബുക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജസിലൂടെയോ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ ശ്രമിക്കുക. കൂടാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എല്ലാ അപ്ഡേഷനും ടീച്ചിങ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ എല്ലാം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.